ഗാസയെ തവിട് പൊടിയാക്കി ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുകയാണ്. ഇപ്പോഴും അതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല. അതിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ പാനമ കനാലിനെ കുറിച്ച് പറയാം. ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് ചോദിക്കുന്ന കേൾക്കുന്നു പറയുന്ന പോലല്ല, അങ്ങനെയല്ല. അതിന് ഉത്തരം പറയണമെങ്കിൽ ആദ്യമേ പാനമ കനാലിനെ കുറിച്ച് പറയണം. പാനമ കനാൽ ഞങ്ങൾക്ക് വേണം എന്ന് ട്രംപ് പറഞ്ഞു. തന്നില്ലെങ്കിൽ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. പാനമ പ്രസിഡന്റ് അപ്പോൾ പറഞ്ഞു, ഒരു കാരണവശാലും പാനമ കനാൽ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ട്രംപ് അപ്പോൾ പറഞ്ഞ മറുപടി അറിയാമോ? കാണിച്ചു തരാം എന്ന് പറഞ്ഞു. കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പാനമ കനാലിൻ്റെ ആ ചിത്രം, അമേരിക്കൻ കൊടി പറക്കുന്ന പാനമ കനാലിൻ്റെ ചിത്രം കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആദ്യമേ പാനമ കനാലിൻ്റെ കാര്യം പറയാതെ ഇസ്രയേൽ എന്തുകൊണ്ട് ഗാസയെ സമ്പൂർണ്ണമായി ആധിപത്യത്തിലാക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ സാമ്പത്തികമായ ഒരു വശത്തിൻ്റെ ഉത്തരം പറയാൻ പറ്റില്ല. പൊളിറ്റിക്സ് നമുക്കറിയാം. ഇസ്രയേലിൻ്റെ ഭൂമിയാണ് ഗാസ. ആ ഗാസയിൽ നിന്നാണ് ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഹമാസിനെ മുഴുവൻ തുടച്ചു നീക്കണം, എന്നിട്ട് അത് ഞങ്ങളുടെ ഭൂമിയാക്കണം, സമ്പൂർണ്ണമായി ഞങ്ങളുടെ ഭൂമിയാക്കണം. പിന്നെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പോലെ ഗാസയെ കല്ലോട് കല്ല് ചേർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കല്ലോട് കല്ല് ചേർക്കണം, അത് ദൈവനിയോഗമാണെന്ന് ഇസ്രയേലികൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അവിടെ ഗാസയിൽ നിന്ന് എല്ലാവരും അടിച്ച് പുറത്താക്കിയിട്ട് അവിടെ ഇസ്രയേലി കോളനികൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇസ്രയേലിൽ നിന്നുള്ള ജൂതന്മാരെ താമസിപ്പിക്കുന്നു, മതം മാറി വന്ന മുസ്ലിമുകളെ താമസിപ്പിക്കുന്നു. അവിടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടാക്കി ഗാസ ഇസ്രയേലിൻ്റെ ഭാഗമായി വിശാല ഇസ്രയേൽ എന്ന ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. അത് രാഷ്ട്രീയം. ഞാൻ സാമ്പത്തികമാണ് പറയുന്നത്. സാമ്പത്തികം ഈ രാഷ്ട്രീയത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. അത് നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇങ്ങനത്തെ ഒരു വശം ചർച്ച ചെയ്തിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്ത് കാനഡയിലുള്ള സൈമൺ എന്നെ ഇന്നലെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ഇതേക്കുറിച്ച് ദീർഘമായി എന്നോട് സംസാരിച്ചപ്പോഴാണ് സത്യത്തിൽ എനിക്കും കണ്ണു തുറന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടി അദ്ദേഹവുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നമ്മുടെ മാധ്യമം ഇത്ര അനലറ്റിക്കലായി വിശകലനം ചെയ്ത് കുറേ കാര്യങ്ങൾ പറയണമല്ലോ. അത് നമ്മുടെ മാധ്യമങ്ങൾ പൊതുവെ ചെയ്യുന്നില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിലില്ല, മുഖ്യധാരാ മാധ്യമങ്ങളിലില്ല, ഒന്നുമില്ലാത്തതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു അനാലിസിസ് നടത്താൻ പോവുകയാണ്. അപ്പോൾ ഈ 1880 ഫ്രഞ്ച് കമ്പനിയാണ് ഈ പാനമ കനാലിൻ്റെ പണി തുടങ്ങിയത്. അത് അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് വലിയ പാറക്കെട്ടുകളായിരുന്നു, പിന്നെ മലേറിയ വന്നു. അതായത് ഏതാണ്ട് 72,000-ഓളം ആളുകൾ അപകടത്തിൽ, 72,000 22,000 എന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഏതായാലും 10,000-കണക്കിന് ആളുകൾ ഈ അപകടത്തിൽ മരിച്ചു. 1880 മുതൽ 1888 വരെയുള്ള ഈ നിർമ്മാണത്തിനിടെ അങ്ങനെ ഫ്രഞ്ച് കമ്പനി തോറ്റു പിന്മാറി. പിന്നീട് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റൂസ്വെൽറ്റിൻ്റെ കാലത്ത് അമേരിക്ക ഏറ്റെടുത്തു. അമേരിക്കയുടെ 56,000 പേരാണ് മരിച്ചത്. 56,000 പേര് മരിച്ചു. 5,600 പേർ മരിച്ചു. 5,600 അമേരിക്കക്കാർ. ഇത് അമേരിക്കക്കാരാവണമെന്നില്ല, അവർ പലയിടത്തും കൊണ്ടുവന്ന ലേബർമാരെ അവരും മരിച്ചു. എന്നാലും 1899 പണി തീർന്നു. US അതിൻ്റെ ഓപ്പറേഷൻ നിർമ്മിച്ചത് അമേരിക്ക ആയതുകൊണ്ട് അമേരിക്ക അത് ഏറ്റെടുത്ത് നടത്തുമായിരുന്നു. കാരണം അത് ഏറ്റവും വലിയ ഗുണഭോക്താവ് അമേരിക്കയാണ്. അമേരിക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ കപ്പലുകൾ പോകാൻ, ഏഷ്യയിലേക്ക് പോകാനായിട്ട് പസഫിക്കിൽ നിന്ന് അറ്റ്ലാന്റിക് വഴി പോകാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി അതായിരുന്നു. അല്ലെങ്കിൽ സൗത്ത് അമേരിക്ക മുഴുവൻ ചുറ്റി അനേക മാസം യാത്ര ചെയ്താൽ മാത്രമേ ഏഷ്യയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് US അതിൻ്റെ ഉടമസ്ഥത ഏറ്റെടുത്ത്. US വലിയ താല്പര്യം ഉണ്ടായി. 1999 എന്തുപറ്റി, ഈ US ഇത് കാലാവധി കഴിഞ്ഞപ്പോൾ പാനമയ്ക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ ഈ കോവിഡിന് മുമ്പ് വരെ 3 ലക്ഷം, കോവിഡിന് ശേഷം പാനമ എന്ത് ചെയ്തറിയോ, ഇതിലൂടെ കപ്പൽ പോകുന്നതിന് $3 ലക്ഷം നിരക്കാക്കി. എന്ന് പറഞ്ഞാൽ ഒരു കപ്പൽ കടന്നു പോകാൻ 2 കോടി രൂപയോളം നിരക്ക് വന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് അമേരിക്കൻ കപ്പലുകളാണ്. അമേരിക്കയുടെ ഓരോ കപ്പലും 2 കോടി കൊടുക്കേണ്ടത്. 2 കോടി ഒന്നും ഒരു പ്രശ്നമല്ല വേണ്ടി വരുന്നത്. കാരണം ഒരു കപ്പലിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ ചരക്കാണ് ഉണ്ടാകുന്നത്. അതൊന്ന് കടന്ന് ഇപ്പോൾ ഒരുപാട് കാലതാമസം ഒഴിവായി കിട്ടും ഈ പാനമ കനാലിലൂടെ പോകുമ്പോൾ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നേരത്തെ $80,000 ഉണ്ടായിരുന്നതാണ് ഒറ്റയടിക്ക് ഇവർ $3 ലക്ഷം ആക്കി വരുന്നത്. അത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അതിലെ പോകുന്ന 75% കപ്പലുകളും അമേരിക്കയുടെയാണ്. അതുകൊണ്ടാണ് എന്തായി, ഇത് ഞങ്ങൾക്ക് വേണം, നിങ്ങളൊന്നുകിൽ റേറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ
പനാമ കനാൽ. പക്ഷേ വേറെ കാര്യം, ഇതിലൂടെ ഏറ്റവും കൂടുതൽ ചൈന കപ്പലുകളും പോകുന്നുണ്ട്. ചൈനയുടെ കപ്പലുകൾ അങ്ങനെ പോകുന്നത് ആർക്കും ഇഷ്ടമല്ല, ട്രംപിന് ഇഷ്ടമാണ്. അമേരിക്കയ്ക്കല്ല, ട്രംപിന്. ബൈഡൻ ഒന്നും പറഞ്ഞില്ല, ട്രംപാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറയുന്നത് 100 വർഷം കഴിഞ്ഞിട്ട് കൊടുത്തതല്ലേ, അമേരിക്കയ്ക്ക് ഇത് വേണമെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് 2 ഓപ്ഷനുള്ളൂ. ഒന്നെങ്കിൽ മസിൽ പവർ കാണിക്കുക, ബലമായി പിടിച്ചെടുക്കുക. അപ്പോൾ അമേരിക്കയായിട്ട് നല്ല സൗഹൃദമുള്ള രാജ്യമാണ് പാനമ. അപ്പോൾ അമേരിക്ക ട്രംപിൻ്റെ കാലത്ത് പിടിച്ചെടുക്കുമോ അതോ പണം കൊടുത്ത് മേടിക്കുമോ എന്നറിയില്ല. ഇപ്പോൾ ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നേക്ക്, കാശ് തരാം എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ കാനഡ വേണം, ഇത് ട്രംപിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ചാർജ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഇതെന്തുകൊണ്ടാണ് പെട്ടെന്ന് പാനമ ചാർജ് കൂട്ടിയെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് സൂയസ് കനാൽ ചാർജ് കൂട്ടി. സൂയസ് കനാൽ ഇപ്പോൾ ഒരു കപ്പൽ കടന്നു പോകുന്നതിന് $2.5 ലക്ഷം ആയിരുന്നത് $3 മുതൽ $7 ലക്ഷം വരെയാക്കി. എന്ന് വെച്ചാൽ 8-10 കോടി രൂപയൊക്കെ വേണം സൂയസ് കനാൽ വഴി ഒരു കപ്പൽ കടന്നു പോകുന്നതിന്. ഈജിപ്തിൻ്റെ കയ്യിലാണ് സൂയസ് കനാൽ ഇരിക്കുന്നത്. സൂയസ് കനാൽ ഇപ്പോൾ ബ്രിട്ടീഷ് ഫ്രഞ്ച് കമ്പനി പണിതാണ്. അത് പണിതു 1869 100 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കരാർ തീർന്നപ്പോൾ ഈജിപ്തിന് വിട്ടുകൊടുത്തു. അപ്പോൾ കാരണം അന്ന് ഇവർക്ക് അത് ആവശ്യമായിരുന്നു. ബ്രിട്ടനും ഫ്രാൻസും ലോകം മുഴുവൻ കോളനിയാക്കി ഭരിച്ചിരുന്ന കാലമാണ്. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ പോകാൻ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് റെഡ് സീയിലേക്ക്, ചെങ്കടലിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയായിട്ടാണ് സൂയസ് കനാൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ മാപ്പ് കണ്ടറിയാം. അപ്പോൾ വാസ്കോഡ ഗാമ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, ആഫ്രിക്ക ചുറ്റി വരണമായിരുന്നു. ഓർക്കുന്നില്ലേ, വാസ്കോഡ ഗാമ ഇവിടെ വന്നത് 1.5 വർഷം കൊണ്ടാണ്. വാസ്കോഡ ഗാമ ഇവിടെ വന്നതിൻ്റെ വാർഷികമായിരുന്നു ഇപ്പം. അതെ. അപ്പോൾ 1.5 വർഷം എടുത്തു വാസ്കോഡ ഗാമയ്ക്ക് ഇന്ത്യയിലെത്താൻ. ആ യാത്രയാണ് സൂയസ് കനാൽ വന്നപ്പോൾ മെഡിറ്ററേനിയൻ കടൽ വഴി, മധ്യധരണാഴി വഴി ചെങ്കടലിലേക്ക് എത്താൻ വളരെ എളുപ്പത്തിൽ സൂയസ് കനാൽ വഴി വരാം. പക്ഷേ ഈ സൂയസ് കനാലിൻ്റെ ഒരു വലിയ പ്രശ്നം എന്നറിയോ, സൂയസ് കനാൽ ഈ പറഞ്ഞ പോലെ ഈ 2 ലക്ഷം ലേബർമാർ, തൊഴിലാളികൾ ഈ സൂയസ് കനാൽ ഉണ്ടാകുമ്പോഴും മരിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് ആളുകളുടെ മരണത്തിന് ശേഷം ജീവൻ കൊടുത്തുണ്ടാക്കിയതാണ് ഈ കനാലൊക്കെ. കാരണം കൃത്രിമമായി കടലിൽ നിന്ന് ഒരു നദി ഉണ്ടാക്കി, കൃത്രിമ കനാലുണ്ടാക്കി മറ്റൊരു കടലിലേക്ക് ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ സൂയസ് കനാലിൻ്റെ ആഴം എന്ന് പറയുന്നത് 24 മീറ്ററാണ്. 205 മീറ്റർ വീതിയുണ്ട്. 193 മീറ്ററാണ് കിലോമീറ്ററാണ്, 193 നീളം. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്നറിയോ, അത് പണ്ടത്തെ ആവശ്യത്തിനുണ്ടാക്കിയതാണ്. ഒരേ സമയം 2 കപ്പലൊന്നും കടന്നു പോകത്തില്ല. ഈ 24 മീറ്റർ ആഴം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് കൂറ്റൻ കപ്പലുകളുണ്ട്, അതൊക്കെ സ്റ്റക്കായി പോകും. ഇപ്പോൾ 2021 വലിയൊരു വാർത്തയായിരുന്നു, ഒരു കപ്പൽ വന്നിട്ട് അവിടെ സ്റ്റക്കായി 6-7 ദിവസം കഴിഞ്ഞു. 6-7 ദിവസം അവിടെ കുടുങ്ങി കിടക്കുമ്പോൾ ഗതാഗതം നിന്നു. അപ്പുറത്തും ഇപ്പുറത്തും 100 കണക്കിന് കപ്പലുകൾ വന്ന് കിടക്കുകയാണ്. അങ്ങനെ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും, ഈ കപ്പൽ ഗതാഗതത്തിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും കോടാനുകോടി രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഈ ബ്രിട്ടീഷ് ഫ്രഞ്ച് കമ്പനിയാണല്ലോ നിർമ്മിച്ചത്. ബ്രിട്ടീഷ് ഫ്രഞ്ച് കമ്പനിക്ക് 100 വർഷത്തേക്ക് ഇത് കൈവശം വെക്കാമായിരുന്നു. പക്ഷേ നാസറിൻ്റെ കാലത്ത് ഈജിപ്ത് എന്ത് അറിയും, 1956 ബാക്കിയുള്ള വർഷത്തെ പൈസ കൂടെ അങ്ങോട്ട് കൊടുത്തിട്ട് കനാലിങ് പൂർണ്ണമായിട്ട് വാങ്ങിച്ചു. അവരുടെ പൂർണ്ണ അധീനതയിലാക്കിയതിന് ശേഷം വലിയ തോതിൽ നിരക്ക് കൂട്ടിയാണ് സൂയസ് കനാലിൽ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിരക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതൃപ്തിയുണ്ട്. പക്ഷേ വേറെ ഓപ്ഷനില്ല. അവർ സൂയസ് കനാലിലും പാനമ കനാലിലും നിശ്ചയിക്കുന്ന നിരക്ക് കൊടുത്തേ മാർഗമുള്ളൂ. അതുകൊണ്ട് ഇവരുടെ ഒരു മൊണോപ്പൊളി കാരണം അതൃപ്തി ഉണ്ടെങ്കിലും പുറത്ത് പ്രകടിപ്പിക്കാതെ സഹിച്ചുകൊണ്ടാണ് രാജ്യങ്ങൾ പോകുന്നത്. ഇപ്പോഴാണ് അമേരിക്കയും UK ചേർന്ന് ഇസ്രയേലിനോട് പറഞ്ഞു, എന്തുകൊണ്ട് നമുക്ക് വേറൊരു കനാൽ ഉണ്ടാക്കിക്കൂടാ, പുതിയ കനാൽ. അതെങ്ങനെ ഉണ്ടാക്കണം, ഇസ്രയേലിൻ്റെ മണ്ണിൽ കൂടി ഉണ്ടാക്കണം. ഞാൻ ഇതിൻ്റെ മാപ്പ് ഇപ്പോൾ കാണിക്കാം. അതായത് ഗൾഫ് ഓഫ് അഖ്ബയിലേക്ക് ഇസ്രയേലിൻ്റെ മണ്ണിലൂടെ ഒരു കനാലുണ്ടാക്കി അത് നേരെ വന്ന് റെഡ് സീ ചേരും. ബെൻഗറിയൻ കനാൽ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ബെൻഗറിയൻ കനാൽ. ബെൻഗറിയൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ബെൻഗറിയൻ്റെ പേരിൽ ഒരു കനാലുണ്ടാക്കി ഗൾഫ് ഓഫ് അഖ്ബ വഴി ചെങ്കടലിൽ വന്നു ചേരുന്ന ഒരു കനാലിൻ്റെ പ്രപ്പോസൽ ഉണ്ട്. പ്രപ്പോസലല്ല, അതിപ്പോൾ ഓണാണ്. ഓണാക്കി എന്ന് മാത്രമല്ല, ഒരേ സമയത്ത് 2 കപ്പലുകൾക്ക് പോകാവുന്ന, മറ്റേതൊക്കെ ഒരു കപ്പലേ പോകത്തുള്ളൂ, 2 കപ്പലുകൾക്ക് പോകാവുന്ന ഒരു 2 കപ്പലുകൾക്ക് പോകാവുന്ന കനാലാണ്. അതിന് ആഴം എത്രയെന്നറിയോ, മറ്റതിന് 24 മീറ്ററുള്ളപ്പോൾ ഇതിന് 50 മീറ്റർ ആഴമുണ്ട്. 300 മീറ്റർ വീതിയുണ്ട്. 300 മീറ്റർ നീളമുണ്ട്. 300 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. 300 മീറ്റർ വീതിയുണ്ട്. അപ്പോൾ ആഴം എന്ന് പറയുന്നത് 50 മീറ്റർ ആഴം, 300 മീറ്റർ വീതി, 300 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ കനാൽ ഉണ്ടാക്കാൻ പോകുന്നത്. അമേരിക്കയുണ്ട് കൂട്ടത്തിൽ, ഇസ്രായേലിൻ്റെ കൂടെ UK ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ ആ മാപ്പ് ഒന്ന് പ്രേക്ഷകർ കാണണം. കാരണം അത് ഈ ഇസ്രായേലിൻ്റെ മണ്ണിൽ കൂടെയാണ്
ഈ കനാൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ബെൻഗൂറിയൻ കനാൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ ഈ വെസ്റ്റ് ബാങ്കും ഗാസയൊക്കെ വേറെ രാജ്യങ്ങൾ പലസ്തീൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞാണ് വരുന്നത്. ഗാസയുടെ അടുത്തെത്തുമ്പോൾ കനാലിങ്ങനെ ബെൻഗൂറിയൻ കനാൽ വളച്ചാണ് കൊണ്ടുവരുന്നത്. കാരണം ഇസ്രായേലിൻ്റെ മണ്ണിൽ കൂടെ വേണമല്ലോ. പക്ഷേ ഗാസ ഇസ്രായേലിൻ്റെ ആണെങ്കിലോ ഈ വളക്കൽ വേണ്ട. നേരെ കനാൽ ഇസ്രായേലിൽ തുടങ്ങി ഇസ്രായേലിലൂടെ കയറി ഗാസയിലൂടെ കയറി വരും. മനസ്സിലായോ? അപ്പോൾ ഗാസ കിട്ടുകയാണെങ്കിൽ കനാലിൻ്റെ നീളം ഒരുപാട് കുറയും, ഇസ്രായേലിൻ്റെ പണി ഒരുപാട് കുറയും, സാമ്പത്തികമായിട്ടും വലിയ ലാഭം ഉണ്ടാവും. കനാലിൻ്റെ നീളം കുറയുമ്പോൾ യാത്രാ സമയം കുറയും. അപ്പോൾ അതുകൊണ്ട് ഗാസ ഇസ്രായേലിൻ്റെ ആവുന്നത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്, അമേരിക്കയുടെ ആവശ്യമാണ്, UK ആവശ്യമാണ്, പല രാജ്യങ്ങളുടെ ആവശ്യമാണ്. അത് മാത്രമല്ല, ഇസ്രായേൽ അവിടെ തുടങ്ങിയിട്ട് ഇപ്പം നിലവിലുള്ള സൂയസ് കനാലിനേക്കാളും പാനമ കനാലിനേക്കാളും ലാഭകരമായി കുറഞ്ഞ നിരക്കിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കപ്പൽ പാതയാണെങ്കിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഏത് ബെൻഗൂറിയൻ കനാൽ ഉപയോഗിക്കും. അപ്പോൾ ലോകത്ത് പല രാജ്യങ്ങൾക്കും ബെൻഗൂറിയൻ കനാൽ ആവശ്യമായി വരും. ബെൻഗൂറിയൻ കനാലിൻ്റെ നീളം കുറഞ്ഞ് വളവൊക്കെ ഒഴിവാക്കി വളഞ്ഞു പോകൽ ഒഴിവാക്കാൻ ഗാസ ഇസ്രായേലിൻ്റെ ഭാഗമാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിന് ഇങ്ങ് പോരും. അപ്പം ഗാസ ആർക്ക് വേണം? ഇസ്രായേലിൻ്റെ മാത്രം ആവശ്യമാണോ? അമേരിക്കയും ഗാസ ഇസ്രായേലിൻ്റെ ആയിരിക്കണമെന്ന് അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്, UK ആവശ്യമുണ്ട്, ലോകത്തെ പല രാജ്യങ്ങൾക്കും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഗാസ ഇനി ഒരിക്കലും പലസ്തീൻ്റെ ഭാഗമായിരിക്കില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഗാസ ഞങ്ങളുടേതായിരിക്കണം എന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ ഇസ്രായേൽ മാത്രമല്ല, ആരുണ്ട്? അമേരിക്കയുണ്ട്, ട്രംപുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാമ്പത്തികം. അപ്പോൾ ഗാസ എന്ന് പറയുന്നത്, ഗാസയുടെ മാറിലൂടെയാണ് ഇനി ബെൻഗൂറിയൻ കനാൽ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗാസ ഇനി പലസ്തീനികൾക്ക് തിരിച്ചു കിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.